Every day with you is magic. Every kiss is better than the last. It's a home I've never known, a place I know will last. For a lifetime of I love yous, two hearts, one beat. You whisper to me, be mine. For a lifetime, it's the little things that make our hearts meet. It's like I can hardly breathe when you say my name. I know we've waited and we've prayed, and here we are for a lifetime. For a lifetime. Every day I swear I need you. With each glance, I love you more and more. Our walls came crumbling down. Now hand in hand we soar. For a lifetime of I love yous, two hearts, one beat. You whisper to me, be mine. For a lifetime, it's the little things that make our hearts meet. It's like I can hardly breathe when you say my name. Hare Krishna
അവർ
ഇവരുടെ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്കേറെ പ്രിയങ്കരായിട്ടുള്ള ജലീനെ ഏതാണ്ട് നിമിഷം കഴിയുമ്പോൾ ഈ പരിശുദ്ധമായ അറിവ് വെച്ച് വിവാഹമുള്ള കൂതാശ സ്വീകരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവരൊരുപാട് തീരുമാനങ്ങളൊക്കെ പലയിടത്തും പല മേഖലകളിലും എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു തീരുമാനം അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഗ്രഹത്തിൽ നൽകുക. ആ കണ്ണടിയ കാലത്തിന് മുമ്പ് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായാലും വലിയ സന്തോഷവും സമൃദ്ധിയും ഉണ്ടായാലും സമചിത്തതയോടെ ഈ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് വ്യാപരിക്കുന്നു. സുവിശേഷം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയകാരുണ്യം കൊണ്ടാണ് മോശയെ നിയമം എഴുതിച്ചത്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും വിള്ളലുകളുടെയും കാരണം ഹൃദയം കഠിനമായി പോയതാണ് എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ വിലയിരുത്തൽ. അത് സത്യവുമാണ് എന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവർക്കും കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ കാണുന്നവർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. കുടുംബജീവിതത്തിൽ വിടുതലുകൾ വിടാനായിട്ടുള്ള കാരണം ഹൃദയം കഠിനമായി പോയതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇരിക്കുന്നതിൽ ഏത് വലിയ സ്നേഹത്തിന് നിറവോടുകൂടിയായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അഖിലും നിരീക്ഷയുമാണ്. അവരോട് നിറച്ച സ്നേഹം മാത്രമായിട്ടാണ് അറിയത്തിരിക്കുക. ജീവിതത്തിൽ വലിയ യാഥാർത്ഥ്യങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്നേഹം ഘനീഭവിച്ച് അത് ഹൃദയകാരുണ്യത്തിലേക്ക് വഴിമാറുമ്പോൾ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകും. വിവാഹത്തിലാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ ശണ്ട കൂടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് തീരുമാനിച്ച് വിവാഹം കഴിക്കുന്നവരാണ്. അങ്ങനെ മനുഷ്യരില്ല. വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ മാതൃകാപരമായ
സകലരെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് ഹൃദയം കഠിനമായി പോകാൻ ഇടയുണ്ട്. അപ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ആശംസയും പ്രാർത്ഥനയും നിങ്ങൾ വലിയ ജാഗ്രത പുലർത്തണം. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഹൃദയം കഠിനമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സൂക്ഷ്മം കാണിക്കുന്നത്. എങ്ങനെയാണ് ഹൃദയങ്ങൾ കഠിനമായി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? ജീവിതകാല ഇഷ്ടത്തെ അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാവാത്ത സമയങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, അനിയന്ത്രിതമായിട്ടുള്ള കോപം ഉണ്ടാകുമ്പോൾ, വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, അനാവശ്യമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ ജീവിതത്തിൽ നടത്തുമ്പോൾ തിരിച്ചറിഞ്ഞുകൊടുക. ഹൃദയം കഠിനമായി പോയതിൻ്റെ സൂചനകളാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഹൃദയം കഠിനമാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ, ആളുകളെ വിളിച്ചു ചേർത്ത് എല്ലാ മനുഷ്യർക്കുമുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വിവാഹം ഭംഗിയായിട്ട് നടത്തണം. ഈ കുടുംബാംഗങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളതൊക്കെ ഈ തരത്തിലുള്ള ഒരുക്കമാണ്. എങ്ങനെയാണ് ഏറ്റവും ഭംഗിയായി കുറവുകളൊന്നുമില്ലാതെ ഈ വിവാഹം നടത്താനായിട്ട് സാധിക്കുക എന്നതായിരുന്നു നമ്മളുടെയൊക്കെ ആലോചന. അതിൻ്റെയൊക്കെ പൂർത്തീകരണമാണ് വിവാഹാഘോഷം. കാനായിലെ കുടുംബനാഥൻ ഇങ്ങനെ തന്നെയാണ്. അത് പാചകം ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളേക്ക് വിളിച്ചു, ഭക്ഷണം കഴിക്കാനുള്ള ആളുകൾ തപ്പുന്ന വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത്. യഹൂദരുടെ ആചാരവും ബോധ്യവും അനുസരിച്ച് വിളമ്പുന്ന വീഞ്ഞ് തീർന്നു പോയാൽ വിവാഹിതരാകുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ എന്തോ നല്ലതല്ലാത്തത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സൂചകം. അതുമാത്രമല്ല, വിവാഹിതയാകാൻ വേണ്ടി പോകുന്ന സ്ത്രീ ഇനി ശിഷ്ടകാലം അവൾ വിധവയായി കുടുംബത്തിൽ കഴിയേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് കുടുംബം അത്രമേൽ സങ്കടം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മനുഷ്യൻ എല്ലാ പദ്ധതികളും ഉണ്ടാക്കിയിട്ട് ആ പദ്ധതികളൊക്കെ പൊളിഞ്ഞു പോയ ഒരിടമാണ് കാനായിലെ വിവാഹം. പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, അവിടെ വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത. സുവിശേഷം നമ്മളോട് അവതരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു, ഈശോയും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന്. പരിശുദ്ധ അമ്മയുടെ അവസരോചിതമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ പദ്ധതി പൊളിഞ്ഞു പോയെടുത്തുനിന്ന് ദൈവം ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചെടുക്കുകയാണ്. അഖിലും ദിലീനയും ഇന്ന് തൊട്ട് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് പദ്ധതികളൊക്കെ രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. പലതും പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ചിലതൊക്കെ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കുടുംബജീവിതം നയിക്കുന്ന ആളുകളൊക്കെ കുടുംബം ഭദ്രമാക്കാൻ വേണ്ടി, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി, അവരുടെ ജീവിതം സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി പകുതിയിൽ പൊളിഞ്ഞുപോയി ചിലതൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കുന്നവരാണ് കുടുംബജീവിതം നയിക്കുന്ന ആളുകളൊക്കെ. തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും ചിലരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം തളർന്നു പോകാതെ ദൈവം പരിപാലിക്കും. അതിന് ഉണ്ടാവേണ്ടത് ഈ വിശുദ്ധ സാന്നിധ്യങ്ങളാണ്. പ്രാർത്ഥനയിൽ വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു വാക്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മകനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ എന്നോടില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെ അത്യന്ത പൂർണ്ണതയിലാണ് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഈ ആലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വളരെ അലങ്കൃതരായി പതിവിലേറെ സൗന്ദര്യമുള്ളവരായി ഇന്ന് അവർ വേഷഭൂഷാദികളും ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് ഈ ആലയത്തിൽ ഇരിക്കുന്നത് സ്നേഹത്തിൻ്റെ നിറവോടുകൂടിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസയും ആഗ്രഹവും പ്രായം എത്രയായാലും വർഷങ്ങൾ എത്ര പിന്നിട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ചിന്തിക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഉണ്ടാകാതിരിക്കണം. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. സ്നേഹത്തിൻ്റെ കുറവുണ്ടാകാത്ത മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം, ആത്മീയതയിൽ ആഴപ്പെട്ട വിശ്വാസത്തിൽ കരുത്താർജിച്ച ഒരു കുടുംബജീവിതം, അത് പടുത്തുയർത്താൻ നിങ്ങൾക്കാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും ആശംസയും പ്രാർത്ഥനയും. വിവാഹം വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്. ഒരുപാട് പേര് നമ്മുടെ ഈ സന്തോഷമായിട്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ആശംസകൾ നേരുന്നുണ്ട്, സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. എല്ലാവർക്കും മുഖ്യം സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കുടുംബജീവിതം നയിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടം ഇരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതം കൊണ്ട് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിവാഹം അത്യന്തം ആനന്ദകരമാണെങ്കിലും കുടുംബജീവിതം
ദുഃഖങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളുടെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ അത് നിഴല് പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവിടെയൊക്കെ നിങ്ങളുടെ ശരണം ഈ ആലയമാണ്, ഈ ബലിവേദിയാണ്, ഈ പരിശുദ്ധ കുർബാനയാണ്, ആത്മീയതയാണ്, പ്രാർത്ഥനയാണ്. അങ്ങനെ കരുത്താർജിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്നുള്ളതാണ് ആശംസ. ഈ വിവാഹം ആശീർവദിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അഖിലിനോടുള്ള വലിയ സ്നേഹവും അഖിലുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഞാനിന്ന് വിവാഹം ആശീർവദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആ ബന്ധം തുടങ്ങുന്നതിലൂടെ ഞാൻ കൊച്ചനായിരിക്കുന്ന സമയത്താണ്. അഖിൽ കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കുന്ന സമയം, കോളേജിലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. നല്ല മാതൃകാപരമായിട്ടുള്ള ചെറുപ്പക്കാരൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ അത് ഈ ദിവസം വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നില്ല. കാരണം യാഥാർത്ഥ്യമാണ്. അഖില് രൂപപ്പെട്ടതും വളർന്നതും ഈ ഇടവകയുടെ ഭാഗമായിട്ടുള്ള പാതോപത്തെ ചെറിയ പള്ളിയും അതിൻ്റെ ചെറിയ ചുറ്റുവട്ടവും അവിടെ രൂപീകൃതമായിട്ടുള്ള സൗഹൃദവും അതിൻ്റെ വിശുദ്ധ ബലിവേദിയും മധുബകയുടെ ചുറ്റിപ്പറ്റിയ ഒരു വളർച്ചയാണ് അഖിലിനുണ്ടായിരുന്നത്. ആ ബന്ധവും ആ വളർച്ചയും അത് ചെറുപ്പകാലത്തുണ്ടായ ഒരു സാഹചര്യം കൊണ്ടുണ്ടായ വളർച്ച എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നഷ്ടപ്പെട്ടു പോകാതെ അത് ഈ പ്രായത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി അതിൽ കഴിയുന്നു എന്നുള്ളത് വലിയ നന്മയുടെ അടയാളമാണ്. സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ഒന്നും ഇടവഴിയിൽ മുറിച്ചു കളയാതെ അവയൊക്കെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ മാത്രമുള്ള വലിയ ഹൃദയ വിശാലതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അഖിലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാവരോടും വലിയ സ്നേഹം, വലിയ സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റം, മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ അതൊക്കെയും കളഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് അഖിൽ വലിയ ഒരു സൗഹൃദങ്ങൾ നീണ്ട തരാൻ അഖിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദേവാലയമായിട്ട് കൂടി ആയിരുന്ന അച്ഛന്മാരുമായിട്ടും ഈ പള്ളിയുമായിട്ടും ഒക്കെയുള്ള ഒരു അടുപ്പം, ഹൃദയടുപ്പം, ഇവിടുത്തെ ഭക്തസംഘടനകളുമായിട്ടുള്ള അടുപ്പമൊക്കെ അതിലുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു. ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൽ ഈ നല്ല ഗുണങ്ങളൊക്കെയും ഒരു കുടുംബത്തെ പടുത്തുയർത്താൻ മാത്രമുള്ള കരുത്തും പ്രാപ്തിയും ഉള്ളവരാക്കി മാറ്റാൻ കഴിയട്ടെ എന്നുള്ളതാണ് തുടർന്നുള്ള പ്രാർത്ഥനയും. ഇതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ചേരുന്നിടത്താണ് ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുക എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിലീന വളർന്ന മുളകുപള്ളിയിലെ സാഹചര്യവും ഒക്കെ ഒരാത്മീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആശംസകൾ നേരുന്നു. നിലീനയെ ഇവിടെയാക്കിയിട്ട് മുളകുപള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആശങ്കകളൊക്കെ ഇവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലം വളർത്തി സ്വന്തം എന്നതുപോലെ ചേർത്ത് പിടിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ആ നട്ടിട്ട് പോകുമ്പോൾ ഒരുപാട് ആകുലതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേയധികം വർഷങ്ങളുടെ പരിചയം ഈ കുടുംബവുമായിട്ടും അഖിലുമായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായി പൊക്കോടുക. നിങ്ങളുടെ കുഞ്ഞിനെ വളരാൻ വേണ്ടിയിട്ട് വളക്കൂറുള്ള ഒരു നല്ല മണ്ണിലാണ് അതിനെ പറിച്ചു നടാൻ വേണ്ടിയിട്ട് ദൈവം കടമൊരുക്കിയിട്ടുള്ളത് എന്നുള്ള വലിയ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ചുവരനൂരിൽ മൈലപ്പുഴയിൽ കുടുംബാംഗങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ ദിവസം. ചുവരനൂർ കുടുംബത്തിന് ഒരു പെൺകുഞ്ഞിനെ ജനിച്ച ദിവസം കൂടിയാണ്. അവളെ മകളായി സ്വീകരിച്ച് കുടുംബത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്താൻ അവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. എല്ലാവരുടെയും പേരിൽ അഖിലിനും നിലയിലേക്കും ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ധാരാളം കൃപകൾ കൊണ്ട് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പിതാവും സർവേശ്വരായ സർവേശ്വരായ
ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവത്തോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലാക്കത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവേ വിശ്വസിക്കുക നിങ്ങളെ വിശ്വാസത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുബന്ധം വഴി ദൈവപരമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മറ്റുപരന്മാരെ താഴി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ കാര്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലും ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ വിശ്വർക്ക് ശക്തി നൽകട്ടെ. ഇതിലൂടെ വിശ്വസനീയമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെയും വിശ്വസനയുടെ ആഴമായ പരസ്പരമണിയിക്കുന്ന ഈ മോതിരങ്ങളെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവനത്തിലാണ് സർവസർദാൻ മനുഷ്യാത്മാവിനെ ഗ്രഹിക്കുന്ന കാര്യമേ മന്ത്രകോടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ പ്രതിമാനെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗജന്യാലും പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ പോലെ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും
കാലഘട്ടത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും ആൾമോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു, പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി, നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ യേശു കാത്തിരിക്കും. എനിക്കൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടെൻ്റെ യേശു കാത്തിരിക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമ്മുടെ അമ്മയായ പരിശുദ്ധ തിരുക്കുടുംബത്തിനായ
നായകനായ യോസേഫിനെയും മാധ്യസ്ഥരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിനവരെ പങ്കാളികളാക്കുകയും ചെയ്യുന്ന കാരുണ്യമായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹബന്ധത്താൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ പരിശുദ്ധാത്മാവിന്റെ ആലയമായ ശരീരത്തിലെ വിശുദ്ധ പൗരമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശകളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമായ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ ദീർഘപത്രമുഖജയമെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand.
can't believe we made it here. Now I promise you I will love you forever. I will love you forever. मुझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया Official and introducing Italian word. Firstly, our handsome group, Mr. Abdul Matthew, son of Mr. C.J. Matthew and Mrs. Sophia Matthew, belongs to Sultanate House, who is working as an architect designer at Muscat. Our beautiful bride, Mrs. Melina Akhil, daughter of Mr. Salu Thomas and Mr. Shiji Salu, belongs to Mayapuri House, who is working as a counsel at UK. ഇവരുടെ സൗന്ദര്യമായി ഈ ദിവസത്തിന് മാറ്റുകൂട്ടുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ്. ഇവരുടെ സന്തോഷത്തോടൊപ്പം ആ ഒരു ലെവലിലേക്ക് സന്തോഷിക്കുന്നവരാണ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സും സിബ്ലിംഗ്സും എല്ലാം. ഈ സ്റ്റേജ് അവരുടെ കുടുംബങ്ങളാണ് കംപ്ലീറ്റ് ആകുന്നത്. Marriage is the fusion of two worlds and the union of two families. അപ്പോൾ നമുക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും सदियों से भी लंबी ये मन की अमावास्या है और तू फुलझड़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा जलती है तुझसे सारी चकोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां കാലമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലം എന്നിൽ ഇന്നാകവേ ചെറുക്കനും പെണ്ണിനും മധുരം കൊടുത്തേ. ചെറുക്കനും പെണ്ണിനും മധുരം കൊടുത്തേ. നീ മൂടുമോ വെൺപനി മതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ केसरिया तेरा വീഴമഴയേ കേസരിയാ तेरा വീഴമഴയേ रे गा नी सा रे गा नी सा रे गा सा नी रे नी सा रे गा नी सा रे गा नी सा रे गा नी सा पा I need a lover to keep me sane. Pull me from hell, bring me back again. Play me the classics, something romantic.
giving my all when I don't even have it. I always dreamed of a solemn face, someone who feels like a holiday. But now I'm in pieces, barely believing, starting to think that I've lost all feeling. You came out the blue on a rainy night, no lie, I'll tell you how I almost died, while you're bringing me back to life. I just wanna live in this moment forever, 'cause I'm afraid that living couldn't get any better. Started giving up on the world forever, till you gave up heaven so we could be together. Oh, my angel, angel, baby, angel. You're my angel, baby, baby. You're my angel, angel, baby. I fall in love with the little things, counting the tattoos on your skin. Tell me a secret, and baby I'll keep it, and maybe we can play house for the weekend. You came at the blue on a rainy night, no lie, I'll tell you how I almost died, while you're bringing me back to life. I just wanna live in this moment forever, 'cause I'm afraid that living couldn't get any better. Started giving up on the world forever, till you gave up heaven so we could be together. Oh, my angel, angel, baby, angel. You're my angel, baby, baby. You're my angel, angel, baby. Oh, the sick and twisted nights that I've been waiting for you, they were worth it all along. Oh, yeah. I just wanna live in this moment forever, 'cause I'm afraid that living couldn't get any better. Started giving up on the world forever, till you gave up heaven so we could be together. Oh, my angel, angel, baby, angel. You're my angel, baby, baby. You're my angel, angel, baby, angel, angel, baby, angel. You're my angel, baby, baby. You're my angel, angel, baby. ആദ്യം തമ്മിൽ കാണും ഞൊടിയെ കൊതിച്ചു നിന്നെ മിന്നും മുത്തേ കണ്ണിൻ മണിയെ, ആരും കാണാ നേരം പതിയെ അടുത്തു വന്നു മെയ്യിൽ ചേരാൻ ഉള്ളം പിടയെ. ഇടതൂർന്നു പെയ്യും തോരും മഴ പോൽ ഇടനെഞ്ചിൽ ഈണം
പ്രണയ സ്വകാര്യം കരളിതിൽ നീ എഴുതുകയായി പുതിയൊരു കാവ്യം വിരലുകളോ മൊഴിയുകയായി പ്രണയ സ്വകാര്യം നമുക്കു പങ്കിടാൻ കിനാവുകൾ കുറിച്ചു വച്ചതും മുറിഞ്ഞിടുമ്പോഴും വിമുഖമായി ഒളിച്ചു വച്ചതും നിനക്കു നിഴലായി എന്നെ ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന തോന്നൽ കൊണ്ടെൻ കനവേ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ
നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ ഇതളിലും കണ്ടു, എരിയുമീ തിരിയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ സ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു. നാഥാ നിന്നെ ഞാൻ കണ്ടു. ചുമടിതിൻ ചുമലിലും കണ്ടു, മുറിവിതിൻ അറിവിലും കണ്ടു. മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു. എൻ പാപത്തിൻ ഭാരം നീ പേറി നിന്നു. ഈ വാനത്തിലും മരുതീരത്തിലും ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും എൻ മിഴിനീരിലും യേശുനാഥ നിന്നെ കണ്ടു. ഉയിരിതിൻ ഉണർവിലും കണ്ടു, ഉലകിതിൻ പൊരുളിലും കണ്ടു. നാഥാ നിന്നെ ഞാൻ കണ്ടു. ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ. പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ